റിപ്പീറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ ഞങ്ങളിപ്പോൾ സമയം 5:30. ഞങ്ങൾ പാലക്കാടിൻ്റെ ചൂടിൽ നിന്ന് ഒരു ചെറിയ തണുപ്പ് കഴിഞ്ഞിട്ട് ഒരു യാത്രയാട്ടോ, ഒരു ചെറിയ യാത്ര. അപ്പം എല്ലാവർക്കും ഞങ്ങൾ വണ്ടിയിൽ കയറി. രാവിലെ ഇതാ ഈ ഒരു 5:30-5:45 എപ്പോഴും തന്നെ നല്ല ചൂട് കേട്ടോ, നല്ല വിയർത്ത് പിടിച്ചിട്ടായിരിക്കും. പാലക്കാട് ഉഷ്ണതരംഗ എന്നൊക്കെയല്ലേ പറയണത്. അപ്പം വിളിച്ചില്ലല്ലോ ചേട്ടാ. അപ്പോൾ നമ്മുടെ ചെക്കന്മാരും കയറിയിട്ടുണ്ട്. ഇന്ന് കൂടെ സച്ചു കൂടിയുണ്ട്. അതിൻ്റെ ഞങ്ങളുടെ കുട്ടിയാണ് സച്ചു. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ ഇനി വഴിയിൽ കാണാം. സാരില്ല, ഐഫോണിൽ മതി. അത് പതുക്കെ ഇരുട്ടിൽ നിന്ന് ഇങ്ങനെ പതുക്കെ സൂര്യൻ ഇങ്ങനെ വരുന്നുണ്ട്. ഇത് സൂര്യനല്ല, അത് ഒരു ലോറിയാ. അത് ലോറിയായിരുന്നു. ഇപ്പൊ നമ്മൾ എവിടെ എത്തി? മനുഷ്യരി എത്തിയോ? നിറയെ സൂര്യന്മാരാണല്ലേ. അങ്ങനെ നമ്മുടെ ഡ്രൈവർ ഈസ് ബാക്ക്. കുറെ കാലത്തിന് ശേഷം രാജീവേട്ടൻ പിന്നെയും ഓണായിരിക്കാണ്. എന്താ ക്യാമറയ്ക്ക് മുന്നിലേ? ഓ, അച്ചു ആണ് നമ്മുടെ സ്റ്റാർ. ലച്ചുവിന്റെ പുറകിൽ എന്താ ലച്ചു? ഓറൊക്കെ ഉണ്ട്. മേക്കപ്പ് ചെയ്തിട്ടില്ലേ പാവന്റെ കുട്ടി? അതെ, ഉറങ്ങാൻ വേണ്ടിട്ട് മേക്കപ്പ് ചെയ്തിരിക്കല്ലേ? 5 കിലോ ഫൗണ്ടേഷൻ ഇട്ടാ മുഖം ഞാൻ നോക്കട്ടെ. സച്ചു നോക്കട്ടെ. അപ്പൊ ഞങ്ങൾ എങ്ങടാ പോണേന്ന് പറഞ്ഞില്ല അല്ലേ? കൊടൈക്കനാലാണ് പോണത്. പാലക്കാടിന്റെ ചൂടറിയാലോ, അത്ര ചൂടാണ്, സഹിക്കാൻ പറ്റണില്ല. ഈ കൊടൈക്കനാലിൽ ഞങ്ങൾ പോകുമ്പോൾ ഇപ്പൊ എന്താ അവസ്ഥ എന്നറിയില്ല. അവിടെ ചെന്നിട്ട് കാണാം. കുറച്ചെങ്കിലും തണുത്ത കാലാവസ്ഥയും പ്രതീക്ഷിക്കുന്നുണ്ട്. ശരിക്കും ഞങ്ങൾ ആദ്യം ഊട്ടി പോകണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അട്ടപ്പാടി വഴി ഊട്ടി പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഊട്ടിയിലത്തെ അത്രയും ക്രൗഡഡ് ആണെന്നാണ് രാജേട്ടൻ്റെ അളിയൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ താമസിക്കാനുള്ള സൗകര്യം കിട്ടാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ഊട്ടി വേണ്ടാന്ന് വെച്ചു, കൊടൈക്കനാലിലേക്കാണ് പോണത്. ഇപ്പോൾ ഞങ്ങൾ പോണത് മങ്കര പഴനി വഴിയല്ലേ രാജേട്ടാ? അല്ല, എന്താ മങ്കര അവിടുന്ന് പാലക്കാട് പഴനി അല്ലേ? അമ്മ ശരിക്കും പറയേ. പൊള്ളാച്ചി അങ്ങനെ. സൂര്യൻ ദാ അവിടെ ഉദിച്ചുയരുന്നു. പക്ഷെ അത് സൂര്യൻ ഉദിച്ചുയരുന്ന പോലെയല്ലല്ലോ, അസ്തമയം പോലെ ഉണ്ട് രാവിലെ കാണാം. ഭയങ്കര സ്പീഡല്ലേ? അങ്ങനെ ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. പറമ്പിക്കുളം ഡാം എന്നൊക്കെ വെച്ചിട്ടുണ്ട്. തിരുവള്ളൂന ചെക്ക് പോസ്റ്റിന്റെ അവിടെ ഒന്നും ആരുമില്ല. ചിലപ്പോ വന്നിട്ടുണ്ടാവില്ല അല്ലേ? ജോലിക്ക് കേറിയിട്ടുണ്ടാവില്ല. 7 മണിക്ക് ആവുമ്പോഴേക്കും സൂര്യൻ ഉച്ചയിലെത്തി നിൽക്കണ പോലെയാ. അത്ര വെയിലുണ്ട് അവിടെ. അങ്ങനെ തമിഴ്നാട്ടിലേക്ക് കേറിയപ്പോ ഇവിടെ നിറയെ തെങ്ങിൻ തോപ്പുകളാട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ തെങ്ങിൻ തോപ്പുകൾ ഇങ്ങനെ കാണല് ഭയങ്കര കുറവാണ്. തമിഴ്നാട്ടിലെ കഠിനാധ്വാനത്തിന്റെ ഫലം. അപ്പം നമ്മുടെ അവിടേക്ക് വരുന്ന ഇളനീരൊക്കെ ഇവിടെ നിന്നാണ്.
ശരിക്കും പച്ചപ്പ്. കേരങ്ങളുടെ നാട് ഇവിടെയായി മാറിയോ? രണ്ട് സൈഡ് നിറയെ തെങ്ങ്. യാത്രയിൽ എന്തെങ്കിലും ക്ഷീണമൊക്കെ തോന്നുകയെന്ന് വെച്ചാൽ വണ്ടി സൈഡാക്കാൻ കുറച്ചേരം കിടന്നുറങ്ങാം. ഡ്രൈവറുടെ കൂടെ നമുക്കും കിടന്നുറങ്ങാം. ഡ്രൈവറുടെ കംഫർട്ടാണ് എല്ലാം അല്ലേ. രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ നിർത്തിയിട്ടിട്ട് ശ്രീ ഗൗരി കൃഷ്ണ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലായിട്ടോ. സച്ചു എന്താ പറഞ്ഞ സച്ചു? മസാല ദോശ. ഞാനും മസാല ദോശ. ലച്ചും നെയ് റോസ്റ്റ്. രാജയുടെ ഒണിയൻ റോസ്റ്റ് ആവും. രാജയുടെ സ്ഥിരം ഒണിയൻ റോസ്റ്റ്. അച്ചു മസാല ദോശ അല്ലേ? ഓഹോ കോമഡിയാണോ? അങ്ങനത്തെ കോമഡിയൊക്കെ പറയുമ്പോൾ കോമഡി എന്ന് പറഞ്ഞിട്ട് പറയണേ. അതിന് ഞാൻ പൊങ്കൽ കഴിച്ചാൽ ചിലപ്പോൾ കഴിച്ചില്ലെങ്കിലും. വട വേണോ? ആദ്യം ഇത് കഴിഞ്ഞിട്ട് പറയാം അല്ലേ? ഇത് കഴിഞ്ഞതിന് ശേഷം പറയാം. മസാല ദോശ വന്നു. ഒണിയൻ റോസ്റ്റും നെയ് റോസ്റ്റും എത്തിയിട്ടില്ല. ലച്ചോ നിന്റെ മസാല ദോശ മോഷ്ടിക്കുന്നു. ഈ മസാല ദോശയല്ലേ ഒരു കറിയില്ലെങ്കിലും കഴിക്കാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല നെയ്യൊക്കെ ഇട്ടിട്ട് നല്ല അസല് മസാല ദോശ. അടിപൊളി. നിങ്ങൾ നെയ് റോസ്റ്റൊക്കെ നോക്കട്ടെ. സാമ്പാർ. അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിച്ചിറങ്ങി. ലസല് ദോശ കേട്ടോ. ഒരു പുളിയൊന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റുള്ള ദോശ എന്ന് പറയില്ലേ, അത്രയും നല്ല ടേസ്റ്റുള്ള ദോശയായിരുന്നു. രാജേട്ടനെ നോക്കി നോക്കൂ. രാജേട്ടൻ പഴനിന്ന് വരണ പോലെ നേരിട്ട് വരണ പോലെ ചന്ദനൊക്കെ തൊട്ട് ഇരിക്കുന്നുണ്ട് അവിടെ ഹോട്ടലിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഭക്ഷണം കഴിച്ചു, നല്ല കാപ്പി കുടിച്ചു. എല്ലാവരും ഫ്രഷ് ആയില്ലേ? ഭക്ഷണം കഴിച്ചപ്പോൾ എനർജി വന്നില്ലേ? വന്നു. അങ്ങനെ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഞങ്ങൾ ഇനി വീണ്ടും യാത്ര ഇനി കൊടൈക്കനാൽ വരല്ലേ? റീചാർജ് ചെയ്തില്ല. കൊടൈക്കനാൽ എത്തിയിട്ട് എന്താ കോലം. എല്ലാവരും ഉറങ്ങി. ചെറിയൊരു ഉറക്കം കഴിഞ്ഞതിന് മുമ്പ് കേട്ടോ, നിർത്തുന്നതിന് മുമ്പ്. നിങ്ങൾക്ക് ഭക്ഷണം വേണമെങ്കിൽ ശ്രീ ഗൗരി കൃഷ്ണ എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ വീഡിയോ എടുക്കണ കണ്ടപ്പോഴേ ഇത് എടുക്കാൻ പറയാണ് അവര്. നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. ശ്രീ ഗൗരി കൃഷ്ണ പ്യൂർ വെജിറ്റേറിയൻ. ഉദുമൽപേട്ടിലുള്ള ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചാൽ മതി കേട്ടോ. അസല ഭക്ഷണമായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടാണ്. അച്ഛന് റീചാർജ് ചെയ്യണു. എന്താ ഇവിടെ തമാശ? അതെ, കാറ്റാണേലും NH88 അല്ലേ 83 പുതിയ റോഡാന്ന് തോന്നുന്നുണ്ട്. ആദ്യമായിട്ട് ഈ വഴിക്കല്ല നമ്മളിപ്പോ. അറിയില്ല, ഈ വഴിയൊന്നും മനസ്സിലാവണില്ല. അതാ പഴനി കണ്ടു, പഴനിയുടെ ബോർഡ് കണ്ടു. ഡിണ്ടുകൾ 60, പളനി 9 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് കണ്ടിട്ടുണ്ട്. നല്ല അസല് റോഡാട്ടോ. നല്ല സുഖമായിട്ട് ഇങ്ങനെ പോവാം. പഴനിമലയുടെ അടുത്തുള്ള ദൃശ്യം. അപ്പോഴേക്കും അവിടെ ഒരു കെട്ടിടം വന്നുല്ലേ. അതാ രാത്രി കാണാൻ നല്ല ഭംഗിയാ പഴനിമല. ലൈറ്റ് ഒക്കെ ഇട്ടിട്ട്. നല്ല കൺജസ്റ്റഡ് ആണ്. ഇവിടെ പണി നടക്കുന്നുണ്ട്. അടുത്തുനിന്ന് പഴനിമല. പഴനിമലയുടെ മുകളിൽ മുഴുവൻ നിറയെ ബിൽഡിംഗ് ആയില്ലേ. പക്ഷെ ഇത് പഴയ രീതിയിലാക്കി വെക്കണതാണ് അതിൻ്റെ ഒരു ഭംഗി. നല്ല പുളിമരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ. വലിയ ഭംഗിയുള്ള സ്ഥലം. അങ്ങനെ കൊടൈക്കനാലിലേക്ക് പോകുന്ന വഴി ഇതൊക്കെ
സമ്മേളനം കർണാടക വികസിക്കാലോ. അതിനകത്ത് തമിഴ്നാടാണല്ലോ. എവിടെ എവിടെ മുഖ്യമന്ത്രി പെരിയ തലൈവർ അവിടെ തുറങ്ങാം. ഊർക്കം വലിക്കണ്ട. അടിപൊളി അടിപൊളി അടിപൊളി. പുളിമരങ്ങൾ നിറഞ്ഞിട്ടുള്ള നല്ല രസമാണ്. അടിപൊളി 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 പുളി. ആയിട്ട് ഉറങ്ങുന്ന ഒരു കുട്ടിയും അതിനെ ശല്യപ്പെടുത്തുന്ന രണ്ടു. അപ്പൊ ഞങ്ങളിവിടെ നല്ല ഭംഗിയുള്ള സ്ഥലവും കടയൊക്കെ കണ്ടപ്പോൾ നിർത്തി കേട്ടോ. വെള്ളം മേടിക്കാനും നല്ല ഭംഗിയുണ്ടല്ലേ. ഞങ്ങള് കൊടൈക്കനാൽ കുന്ന് കേറി തുടങ്ങിട്ടോ. അടിപൊളി അടിപൊളി. അതെന്തോ ഒരു ഡാമാണ്. അത് കണ്ടിട്ടുണ്ട്. ഇപ്പൊ കണ്ടിട്ടില്ല. പുതിയ വേണമെങ്കിൽ ഇവിടെ നിന്ന് കേറി കാണാം. ഇങ്ങനെ അകലിൽ നിന്ന് നോക്കുമ്പോഴാണല്ലേ നല്ല ഭംഗിയുണ്ട്. നിറയെ തെങ്ങുകളും ഒക്കെ ആയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കാണുന്നത് നല്ല ഭംഗിയാണ്. പഴനി ഹിൽസിന്റെ ബാക്കി ഭാഗങ്ങൾ. ആ ബസ്സുകളൊക്കെ ഈ സൈഡിൽ കൂടി വരണല്ലേ. നല്ല ഭംഗിയുണ്ട്. പൂമരം ഇങ്ങനെ പൂത്ത് കൊറേ കാണുന്നുണ്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെ മറ്റേ വെള്ളച്ചാട്ടല്ലേ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല. ഈ വേനലിലും നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തിലും വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അച്ചു അച്ചു ഉറക്കക്ഷീണം മാറിയില്ലേ? ഉറക്കക്ഷീണം മാറിയിട്ടില്ല? നല്ല ഭംഗിയുണ്ടല്ലേ. എല്ലാം കളർഫുൾ വീടുകളാണ്. എല്ലാവരും ഉറക്കക്ഷീണത്തിലും ഉറക്കച്ചടവിലാണ്. ഞാൻ അച്ചു നോക്കിയോട്ടെ. നിങ്ങളെ ക്ലിയർ ആവത്തെ. എന്നെ പൊത്തി പിടിക്കട്ടെ. നിങ്ങൾ ക്ലിയർ ആവും. ഞാനൊന്നും ചെയ്തിട്ടില്ല. അസൂയക്കാരി. പിന്നെ ക്ലിയർ ആവണില്ല ഇവരല്ലോ. ഞങ്ങൾ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു. ഈ ഒരു സ്ഥലത്തു നിന്നാട്ടെ കഴിച്ചത്. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണിൽ കുറച്ച് പ്രശ്നം വന്നു. ഞങ്ങൾ പൊറോട്ട കഴിച്ചു. പക്ഷെ ഭയങ്കര വില കേട്ടോ. അതിന് മാത്രമുള്ള സ്വാദും ടേസ്റ്റും ഒന്നും ഇവിടെ കാണാമല്ലോ. അപ്പം പക്ഷേ നമുക്ക് വേറെ നിവർത്തിയില്ല. അപ്പോൾ ഇപ്പോൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങി. ഈ ബ്ലോക്ക് കാണുമ്പോൾ ശരിക്ക് കേസ് സ്കിപ്പ് ചെയ്താലോ എന്ന് തോന്നാം. ഇനിയിപ്പോൾ ഒന്നുമില്ല, അങ്ങടുമില്ല ഇങ്ങടും ഇല്ലാത്ത പോലെയാണ്. എന്ന് ജസ്റ്റ് ഒന്ന് ബ്ലോക്ക് ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഞാൻ നേരത്തെ ഗുണ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ അവിടെ വരുമ്പോഴേക്കും ഒരു അരമണിക്കൂർ ബ്ലോക്കാണ്. അരമണിക്കൂറല്ല 3 കിലോമീറ്ററിലേക്ക് നമുക്ക് 24 മിനിറ്റൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് തിരിച്ചു വരാനും ബുദ്ധിമുട്ടാവും. നമ്മുടെ താമസം പറഞ്ഞിട്ട് ഞങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ടർ കൊടൈക്കനാലൊന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു.
അതായത് എപ്പോഴും കൊടൈക്കനാലൊക്കെ ഒരുപാട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന്റെ സ്ഥിരം വരുന്ന ടൂറിസ്റ്റ് സ്പോട്ട്സ് ഒക്കെ ഒരുവിധം കവർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ 2-3 മാസം മുമ്പ് ഞങ്ങള് ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ എല്ലാ സ്ഥിരം വരുന്ന ഈ സ്പോട്ടുകളാണ് എപ്പോഴും കവർ ചെയ്യണത്. അപ്പൊ ഞങ്ങളിപ്പോ ചെറുതായിട്ടൊന്ന് റൂട്ട് മാറ്റി പിടിച്ചിട്ടുണ്ട്. പൂമ്പാറ കഴിഞ്ഞിട്ട് കുക്കൽ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അവിടെയാണ് ഞങ്ങൾ സ്റ്റേ എടുത്തേക്കണത്. അപ്പം പൂമ്പാറ വരെ ഇപ്പൊ കടത്തി വിടുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. കാരണം അവിടെ എന്തോ അതിന് ശേഷം ഒരു കാട്ടുതീ ഉണ്ടായിട്ടുണ്ട് ഇത്ര. അപ്പൊ എന്തായാലും പൂമ്പാറയ്ക്ക് പോവാണ്. പൂമ്പാറ പോയിട്ട് അതല്ല അവസ്ഥ, നമ്മള് ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ, എന്താ അവസ്ഥ എന്ന് പറയാനും പറ്റില്ല. അപ്പൊ നോക്കി നോക്കട്ടെ. പൂമ്പാറ ാണ് ഇനി ഞങ്ങളുടെ യാത്ര. പൂമ്പാറ നല്ല ഭംഗിയുള്ള സ്ഥലമാന്ന് പറയുന്നുണ്ട്. നമ്മൾ പൂമ്പാറ പോണ വഴി കേട്ടോ, അടിപൊളി ഭംഗി, ഇത്ര ഭംഗിയാണ്. ഇവിടെ മുഴുവൻ കുരങ്ങന്മാരാണ്. പൂമ്പാറ പോണ സ്ഥലത്തുള്ള ഒരു ദൃശ്യം കേട്ടോ. അത് ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ ഇതാവുണ്ട്. മഴക്കാലത്തൊക്കെ നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടം കിട്ടായിരിക്കാം. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത്. ഓ, എല്ലാ കുടുംബങ്ങളുണ്ട്, കുറെ കുടുംബങ്ങളുണ്ട്. കുഞ്ഞിക്കുട്ടി പരാതി നോക്കിയിരിക്കണ്ട്. തുറന്ന് എന്തെങ്കിലും പണി തരാന്ന് വിചാരിച്ചിട്ടേ. ഹലോ, അവരോട് ഇരുന്നോട്ടെ, അവരുടെ സ്ഥലം. വേറൊരു കാര്യം എനിക്ക് തോന്നിയതേ, നമ്മള് ഈ കൊടൈക്കനാലിലേക്ക് ഇങ്ങോട്ട് നമ്മൾ കയറുമ്പോഴേ, പാലക്കാട്ടിൽ നിന്ന് വരുന്ന ഒരു ആ ചുരം കയറുമ്പോ ഒക്കെ കരിഞ്ഞുണങ്ങിയിരിക്കുക. അപ്പൊ വിചാരിച്ചു ഇത്രയ്ക്ക് പച്ചപ്പൊന്നും ഉണ്ടാവില്ല എന്ന്. ഇത് നോക്കുമ്പോ പൂമ്പാറ പോകുമ്പോ നിറയെ പച്ചപ്പും ഹരിതാപ്പിയൊക്കെ കാണാം. അപ്പോൾ ആ ഒരു ഇപ്പോഴും ഇത്രയും വേനൽക്കാലത്തും നല്ലൊരു ഫീൽ ഉണ്ട് കേട്ടോ. പച്ചപ്പും കൂളിങ്ങും ഒക്കെ ആയിട്ട്. ഇപ്പൊ എത്ര ഡിഗ്രിയാന്ന് നോക്കിയിട്ടില്ല. അത്യാവശ്യം തണുപ്പുണ്ടല്ലേ രാജേട്ടാ? AC ഇട്ടുണ്ടോ? എന്നാലും അവിടെ കണ്ടില്ലേ പുറത്തും അതെ നല്ല പുറത്ത് തണുപ്പാണ് അല്ല ലിച്ചു? സത്യസന്ധമായി പറയും. സത്യസന്ധമായിട്ട് അച്ചു കിടന്നുറങ്ങ. അച്ചു താഴെ. ഇതെന്തുറക്കാണ് അച്ചു? ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു വ്യൂ പോയിന്റ് ആണ്. ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴനി ടെമ്പിളിന്റെ വ്യൂ കാണാം. നിങ്ങൾ കാണുന്നുണ്ടോ? പഴനി ടെമ്പിൾ കണ്ടോ എവിടെയെങ്കിലും? എവിടെയാ? കാണാത്ത സ്ഥലത്ത് കാണാന്നത് ഞങ്ങൾക്ക് കാണണ്ട. നോക്കട്ടെ. പഴനി ടെമ്പിൾ കണ്ടില്ല, പക്ഷെ ഇവിടെ നല്ല ഭംഗിയുള്ളൊരു അമ്പലം കാണുന്നുണ്ട്. നല്ല വ്യൂ. ഇവിടുന്ന് ഈ പഴനി മലകളുടെ, അതായത് ഇതൊക്കെ പഴനി മലകളുടെ ഒരു ഭാഗങ്ങളിലാണ്. നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുള്ള സ്ഥലം. ഇവിടെ താഴ്വര ആയിക്കോട്ടെ, നല്ല വ്യൂ. ഇവിടെ ഒരു കൈയില്ലാത്തൊരു കുരങ്ങുണ്ട് കേട്ടോ. പ്രശ്നക്കാരനാണേ. നമ്മളതെങ്ങാനും തട്ടിയെടുക്കുമെന്ന് വിചാരിച്ചിട്ടാന്നുണ്ട്. പ്രശ്നക്കാരനാണ്, കയ്യില്ല. ഇതിൻ്റെ താഴ്വരയിൽ കണ്ടോ നല്ല ഭംഗിയുള്ളൊരു ഗ്രാമം. അതിൻ്റെ അടുത്ത് ഇവിടെ കാട്ടുതീ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണോ എന്ന് എനിക്കറിയില്ല. നിറയെ പുക കണ്ടോ. ആ പുക കണ്ടിട്ട് ഇനിയിപ്പോൾ കാട്ടുതീയാണോ ഞങ്ങളെ കടത്തി വിടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നല്ല കളർഫുള്ളായിട്ടുണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അവിടെ കൃഷി സ്ഥലങ്ങളുണ്ട്. ഇത് ഗ്രാമം. അവിടെ എന്തോ കണ്ടോ കാട്ടുതീയാണോ എന്ന് അറിയില്ല കേട്ടോ. കാട്ടുതീ ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ഊഹിക്കുകയാണ്. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. പൂമ്പാറ വരെ വിടുന്നുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് ഈ സ്ഥലങ്ങളായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിറയെ തട്ടുകളായിട്ടുള്ള കൃഷി സ്ഥലങ്ങളും അതിൻ്റെ അവിടെ നാടുകളായിട്ട് ഒരു നല്ല കളർഫുള്ളായിട്ടുള്ള ഗ്രാമം കാണാൻ ശരിക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ. അടിപൊളി.
ചെറിയൊരു ഇങ്ങനൊരു കടയുണ്ട്. അവരുടെ വീടും എല്ലാം ആയിട്ട് ഇങ്ങനെ തട്ടായിട്ട് ആണ്. ആ വണ്ടി നിർത്തിയിട്ടേക്കണം. ഞാൻ പിന്നെ ഒരു കാര്യം കാട്ടിട്ട്, ചെറിയൊരു പൂവ് കേട്ടോ, അത് കാണിച്ചേരേ. നല്ല ഭംഗിയുണ്ട്, കുഞ്ഞിതാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട്. കണ്ടോ എന്ത് രസല്ലേ. ഇവിടെ നിറയുണ്ട്, പക്ഷെ അത് നടിപ്പിച്ചെടുക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. നല്ല ഭംഗിയാണ്, നല്ല ഇഷ്ടമായി. ഇത് പൂമ്പാറ ആ നമ്മൾ നേരത്തെ കണ്ട ഗ്രാമല്ലേ, അവിടുത്തെ ഒരു മാർക്കറ്റാട്ടോ. ഞങ്ങൾ കൂക്കൽക്ക് പോയിക്കൊണ്ടിരിക്കട്ടോ. പൂമ്പാറ വില്ലേജ് കണ്ടു. അപ്പം പൂമ്പാറ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പൂമ്പാറ നിറയെ നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ഗ്രാമം. ഇപ്പോൾ കൃഷി ചെയ്യണില്ല, കൃഷിയും കൂടി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയാവും എന്തായാലും. ആ തട്ടുകളായി കാണുന്ന സ്ഥലങ്ങൾ മൊത്തം കൃഷിയും ഈ വില്ലേജിൻ്റെ ഒരു ഭംഗിയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗംഭീരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. ഇവിടെ നിറയെ അതേ വെള്ളം ടാങ്കുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കുന്നുകളൊക്കെ കത്തിപ്പോയിക്കണു. അപ്പോൾ നല്ല രീതിയിൽ ഇവിടെ ഒരു കാട്ടുതീ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിലാണെന്നുണ്ട്. നിറയെ വെള്ളം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിർത്തിയിട്ടുണ്ട്, പോലീസും ഒക്കെ ആയിട്ട്. പക്ഷെ ഇപ്പോൾ ഇങ്ങോട്ട് കടത്തി വിടുന്നുണ്ട്. പൂക്കലിക്ക് അങ്ങോട്ട് കടത്തി വിടുന്നില്ല കേട്ടോ. ഭയങ്കര കാട്ടുതീയാണ്. അപ്പോൾ അവിടുത്തെ ഞങ്ങൾ താമസിക്കാനായിട്ട് ബുക്ക് ചെയ്ത സ്ഥലമൊക്കെ ക്യാൻസൽ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് കടത്തി വിടുന്നില്ല. പൂമ്പാറ എങ്ങാനും താമസം നോക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ബുക്ക് ചെയ്ത സ്ഥലം അങ്ങനെ ഒരു ഇത് പറ്റി. ഇനി വരുമ്പോൾ തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു. ഇനി ബുക്ക് ചെയ്ത കാരണം, താമസമുള്ള കാരണം കടത്തി വിടുന്നതാണ് പറഞ്ഞത്. പക്ഷെ കാട്ടുതീ കുറച്ച് പ്രശ്നമുള്ള കാട്ടുതീയാണ്. അതുകൊണ്ട് ഇതിനെ ആരെയും കടത്തി വിടുന്നില്ല. തീയുടെ ദൃശ്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഇവിടെയൊക്കെ ഗംഭീര കാട്ടുതീരായിരുന്നു. തുറന്നിട്ടിപ്പോ കരിഞ്ഞ വേണം. കരിഞ്ഞ വേണം കേട്ടോ. കാട്ടുതീയുടെ ദൃശ്യങ്ങളാട്ടോ. അവിടെ വെള്ളം ഇതാക്കണ അതിന്റെ മുകളിൽ കാട്ടുതീ. അവിടെ കാട്ടുതീയാണ്. അതാ അവിടെ ഭീകരാവസ്ഥയല്ലോ. പാവം കുരങ്ങന്മാര് അതിനുള്ളിൽ താമസിക്കുന്ന ജീവികളൊക്കെ അല്ലേ. ഇത് കോടയല്ല, കാട്ടുതീയാണ്. കാട്ടുതീ ഉണ്ടാവണ പോകാം. ഞങ്ങൾ ഈ വീട്ടിൽ താമസിക്കാനായിട്ട് റൂം ശരിയുണ്ട് കേട്ടോ. നമ്മുടെ പൂമ്പാറ ഗ്രാമല്ലേ, കാരണം പൂക്കലിക്ക് കടത്തി വിടുന്നില്ല. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ കണ്ടതാ ഇതിൻ്റെ പുറകിലും കൂടിയും ഇവിടെ കണ്ടോ, ഇവിടെയാണ്, ഇവിടെയൊക്കെ കാട്ടുതീയാണ്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളായിട്ട് പൂക്കലിക്ക് ഇപ്പോൾ കടത്തി വിടുന്നില്ല. പൂമ്പാറയിലേക്കും കടത്തി വിടണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. ഒരു 6-7 ദിവസമായി ഇവിടെ കാട്ടുതീയാണ്. അപ്പോൾ ഈ പൂമ്പാറ ഗ്രാമത്തിൻ്റെ അടുത്തുള്ളൊരു വീട്ടിലാട്ടോ ഞങ്ങളിവിടെ താമസിക്കുന്നത്. ഇനിയിപ്പോൾ പോണില്ല, കാരണം രാവിലെ നേരത്തെ തുടങ്ങിയ യാത്രയല്ലേ. ഇവിടെ ഒരു കോവിലുണ്ട്, ഗ്രാമമുണ്ട്. നല്ല വ്യൂ ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാണാനായിട്ടൊക്കെ നല്ല ഭംഗിയാണ്. ഇവിടൊക്കെ കൃഷി ചെയ്യാനായിട്ടുള്ള പാടുകൾ ഇങ്ങനെ തരംതിരിച്ചിട്ടിട്ടുണ്ട്, തട്ടായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. പുക ഒക്കെ ഒരു പുകയുടെ സ്മെല്ലാണ്. ഇവിടെയൊക്കെ ഒരു പുകയുടെ സ്മെല്ല് വരുന്നുണ്ട്. ഇവിടെയൊക്കെ കണ്ടോ പുക, അവിടെയൊക്കെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രാമം കാണാൻ നല്ല അടിപൊളിയാണ്. ഇവിടെ കുറച്ച് കൃഷിയും കൂടി ഉണ്ടെങ്കിൽ ഒന്നും പറയാനില്ല, അത്രയും ഭംഗിയാണ്. ബാഗൊക്കെ എടുത്ത് വന്നു.
അച്ചുവാണ് തലവേദനിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ യാത്ര ഇങ്ങനെ വണ്ടി ഇടാനായിട്ട് പാർക്കിംഗ് സ്ഥലമല്ല, അത് ഇവിടെ തന്നെ ഇടണം. അത് കുഴപ്പമില്ല എന്നാണ് അവർ പറഞ്ഞത്. കാരണം ഒരു ഗ്രാമത്തിൻ്റെ ഏരിയ ഗ്രാമമാണ് ഇവിടെ. ഇങ്ങനൊരു സ്റ്റേ ഉണ്ട്, ബാക്കിയൊക്കെ ഗ്രാമമാണ് കാണുന്നത് പൂമ്പാറ. പിന്നെ ഇവിടെ താമസ സൗകര്യമൊക്കെ ഉണ്ടെന്ന് പറയേണ്ടത് എവിടെയാണെന്ന് ഇനിയിപ്പോൾ നോക്കാൻ തോന്നണില്ല. കാരണം എല്ലാവർക്കും തലവേദനയും രാവിലെ പുലർച്ചെ തുടങ്ങിയ യാത്രയല്ലേ. അപ്പം ഇന്നിനി റെസ്റ്റ് എടുത്തിട്ട് ബാക്കി നാളെ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കണം. ഈ കൂക്കൽ കാണാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് തോന്നുന്നു. രാജുവേട്ടൻ വണ്ടി ഒതുക്കിയിടാനായിട്ട് പോയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാം, റൂം കാണിച്ചു തരാം. ഇതൊരു വീടാണ് കേട്ടോ. ഇങ്ങനെ കയറിപ്പോയി പേടിപ്പിക്കാൻ നോക്കിയതാ. ഇങ്ങനെ കയറിപ്പോയി ഇവിടെ ഒരു റൂം. പക്ഷെ നല്ല നീണ്ട ബെഡ്. ബെഡ് എല്ലാവർക്കും ഒരുമിച്ച് കിടക്കാൻ പറ്റാവുന്ന ഒരു ബെഡ്. ഇതിന്റെ പുറത്ത് കണ്ണാടി. കണ്ണാടി കണ്ടു. അച്ചോട്ടനുണ്ടോ? അന്നാ കാണിച്ചിരുന്നില്ല. ഇവിടെ നല്ല ഭംഗിയുണ്ട്. ഇവിടെ നമ്മുടെ നേരത്തെ കണ്ട ഗ്രാമത്തിൻ്റെ ഭംഗി, ഗ്രാമം കാണാം. പിന്നെ അവിടെയും ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ, അങ്ങോട്ട് അതിൽ കിടക്കാം. അവിടെ വാഷ്റൂം നന്നായിട്ടാണ്, നല്ല വാഷ്റൂം അല്ലേ? 3 മണിക്ക് കിടന്ന് ഉറങ്ങിയത് കേട്ടോ. ഇപ്പോൾ ഒരു 5:30-6 മണിയാവാറേ. നല്ല ഉറക്കം ഉറങ്ങി. ഇതാ എല്ലാവരും നാട് ചുറ്റിക്കാൻ ഇറങ്ങിയുണ്ട് പൂമ്പാറ. ബസ് വരുന്നുണ്ട്. ഇപ്പോഴും ആ ഭാഗത്തൊക്കെ പുകയുണ്ട് കേട്ടോ. ആ തീ ഫുള്ളായിട്ട് കൺട്രോളിലായിട്ടില്ല. അതെ, 7 ദിവസം. അത് ഞാൻ പറഞ്ഞു, 7 ദിവസമായി. 7 ദിവസമായി. ആ 7 ദിവസമായി അതിൻ്റെ ഉള്ളിൽ പുകയണു അല്ലേ? കാട് കത്തി അങ്ങനെയാണ്. നമ്മുടെ സച്ചും അച്ചും പൊഴി കണ്ടപ്പോൾ ഇറങ്ങിയിട്ടാ. ഇതിനെ ഇറങ്ങായിരുന്നു. നേരെ അവിടേക്ക് എത്താം. ഞങ്ങൾ ഇത് ചുറ്റി കളയാൻ തീരുമാനിച്ചു. ഇതാ വീടുകൾ കേട്ടോ. ഇതൊരു പള്ളിയുണ്ട്, കളർഫുള്ളാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ തട്ടായിട്ട് തിരിച്ച പാടങ്ങളും. പിള്ളേരുകൾ പല സ്ഥലങ്ങളിലായിട്ട് കളിക്കുന്നുണ്ട്. അസ്തമയം കേട്ടോ, സൂര്യൻ അസ്തമിച്ചിട്ട് കഴിയാറായിരിക്കണം ഏകദേശം. പൂമ്പാറ ടൗൺ ഒരു വൈകിട്ടത്തെ കാഴ്ച കേട്ടോ. അച്ഛനോട് റോഡാ അത്. കോവിലിലത്തെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇവിടെ താഴെ കൃഷിസ്ഥലം കേട്ടോ. ഞാൻ തട്ടായി തിരിച്ചിട്ടുള്ള കൃഷിസ്ഥലങ്ങളില്ലേ. ഇവിടെ കുറച്ചൊക്കെ കൃഷി ചെയ്ത് വരുന്നുണ്ട്. എന്താ കൃഷി ചെയ്തേക്കണെന്ന് ചോദിച്ചാൽ ഇത് എന്താ കൃഷി ചെയ്തേക്കണെന്ന് വല്ല ഐഡിയ ഉണ്ടാവും? കൃഷിസ്ഥലങ്ങൾ, ഇതാ ഇവിടെ വീടുകൾ. ഇവിടെ തന്നെ
ഒരുപാട് കോവിലുകളുണ്ട് കേട്ടോ, ചെറിയ ചെറിയ ചെറുതും വലുതൊക്കെ ആയിട്ട്. ഇതിൻ്റെ ബന്ധപ്പെട്ടിട്ടാണോ എനിക്കറിയില്ല. അതിൻ്റെ മുകളിൽ കണ്ടു. പയ്യാറാണ് കേട്ടോ കൃഷി ചെയ്യണത്. അവിടെയും കൃഷി ചെയ്തിട്ടുണ്ട്. ഞങ്ങളിവിടെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയേക്കാണ്. നേരത്തോടെ ഭക്ഷണം കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. ഇപ്പൊ ചെറുതായിട്ടൊരു തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് രാജേട്ടൻ ദോശ പറഞ്ഞിട്ടുണ്ട്. ദോശ കഴിഞ്ഞിട്ട് രാജേട്ടാ എങ്ങനെയുണ്ട്? നല്ല ദോശ. അതെ, ഒരു ഫ്രൈഡ് റൈസ് പറഞ്ഞു നോക്കിയിട്ട് പറയാന്ന് വെച്ചിട്ടാണ്. രണ്ടാമത്തെ കൂടി പറഞ്ഞിട്ടല്ലേ ബസച്ചു ഫ്രൈഡ് റൈസ് കഴിഞ്ഞിട്ട്. പിന്നെ ഇനി ഒരു ഫുൾ ചിക്കൻ പറഞ്ഞിട്ടല്ലേ, ഷവായി പോലത്തെ ഒരു ഫുൾ ചിക്കനും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഒന്നും മേടിക്കാതിരിക്കുന്നത്, നോക്കട്ടെ എന്ന് വെച്ചാൽ. ഫ്രൈഡ് റൈസ് ആയിക്കാറ ലച്ചുവിന് സമാധാനമായി ഇല്ലേ? എന്താ സമാധാനമാവട്ടെ? ടേസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ഫ്രൈഡ് റൈസും. വേറെ റൈസ് ഒരു ഫ്രൈഡ് റൈസും ചിക്കൻ എത്തിയിട്ടുണ്ടോ? ചിക്കൻ ടേസ്റ്റ് ഉണ്ട്. ദാസച്ചു കൊടുത്തോളൂ. ഇരുട്ടായപ്പോൾ ഇവിടെ ഇങ്ങനെ ഉണ്ട് കേട്ടോ നഗരം. ഉബാറ നഗരം എന്നൊന്നും പറയാൻ പറ്റില്ല, വില്ലേജ്. അധികം വീടുകളൊന്നുമില്ല, വളരെ കുറച്ച് വീടുകളേ ഉള്ളൂ. ഇവിടെ ഇവരുടെ ഭക്ഷണം കഴിഞ്ഞു. എടുക്കും കൊടുക്കണ്ട, നീ ആർക്കും കൊടുക്കണ്ട, ആർക്കും കൊടുക്കണ്ട. നൈറ്റ് വ്യൂ. ഇതാണ് പൂമ്പാറ വില്ലേജിന്റെ നൈറ്റ് വ്യൂ. സച്ചുവിന്റെ നൈറ്റ് വ്യൂ. സച്ചുവിന്റെ നൈറ്റ് വ്യൂ. ഞങ്ങളുടെ ആരാ? ഞങ്ങളുടെ ഋതിക് റോഷനും. ഇത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നുള്ള വ്യൂ കേട്ടോ. നല്ല വ്യൂ, നല്ല വ്യൂ അല്ലേ? സിറ്റി ഇല്ല, വില്ലേജ്, പൂമ്പാറ വില്ലേജ് അങ്ങനെ പറയണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കാം അല്ലേ? അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ എന്തായാലും അഭിപ്രായമൊക്കെ അറിയിക്കാം കേട്ടോ, മറക്കരുത്.